ചൂട് കഞ്ഞിയുടെയും ചോറിൻ്റെയും കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും, വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ പാനൊന്ന് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 8-10 ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടത് മൂപ്പിച്ചെടുക്കാം. ഈ മൂത്ത് വന്നതിലേക്ക് 2 ചെറിയ മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ആ മസാലയിൽ മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 7-8 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അടി പിടിക്കാതിരിക്കാൻ സഹായിക്കും. ഇനി ഉരുളക്കിഴങ്ങെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് മുതിര നേരത്തെ കുതിർത്ത് പിന്നെ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ മൂടി വെച്ച് നല്ലപോലെ ആവി കയറ്റി ഡ്രൈ ആക്കി എടുത്തു നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് ഇത്.